അങ്ങ് ഇന്നലെ മന്ത്രജപം ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ മന്ത്രം ഗുരുമുഖത്തു നിന്നും നേടിയതിന് ശേഷം ജപിക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഒന്നും കൂടി വ്യക്തമായി പറയാം. എല്ലാവർക്കും മന്ത്രജപത്തിനുള്ള അധികാരമുണ്ട്, എല്ലാവരും മന്ത്രം ജപിക്കണം. എന്നാൽ പ്രത്യേകിച്ച് ബീജാക്ഷരങ്ങളോടുകൂടിയ മന്ത്രങ്ങൾ 1, 2 ഋഷി, ഛന്ദസ്, ദേവത തുടങ്ങിയവയെ സവിശേഷമായി ന്യസിച്ചിരിക്കേണ്ടുന്ന മന്ത്രങ്ങൾ, ഇവ ഒരു ഗുരുനാഥനിൽ നിന്ന് ദീക്ഷയായി സ്വീകരിച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാത്തിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല. ഇപ്പം എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാം ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഓം മഹാദേവിയായി നമ, എന്തെങ്കിലും ഉണ്ട് ചോളൂ, എല്ലാവർക്കും ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, എല്ലാവർക്കും ചെയ്യാം, ഒരു പ്രശ്നമില്ല. എന്നാൽ പ്രത്യേകിച്ച് ഉപദേശം വഴി ഗ്രഹിച്ച് ചെയ്യേണ്ടുന്ന മന്ത്രങ്ങൾ ഒരു ഗുരുനാഥനെ സ്വീകരിച്ച് ചെയ്യണം നല്ലത്. അതാണ് പറഞ്ഞത്.